മഞ്ഞു മൂടിയ മലനിരകളും നോക്കത്താ ദൂരത്ത് പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളും മലമുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നീർച്ചാലുകളും അവയെ തടഞ്ഞു നിർത്തി നിർമ്മിച്ചിരിക്കുന്ന നിരവധി തടാകങ്ങളും നിറഞ്ഞ സഞ്ചാരികളുടെ സ്വപ്നഭൂമിയാണ് തെക്കിൻ്റെ കാശ്മീരായ മൂന്നാർ. ഈ സ്വർഗത്തിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് കാഴ്ചയുടെ ഒരു വിസ്മയം തന്നെ സമ്മാനിക്കുന്ന യാത്രയാണ് ഗ്യാപ്പ് റോഡ് വഴിയുള്ള യാത്ര. ഈ ഗ്യാപ്പ് റോഡിന്റെ സൗന്ദര്യം 360 ഡിഗ്രിയിൽ കണ്ട് ആസ്വദിക്കുന്നതിനായി നമ്മുടെ KSRTC ഒരുക്കിയിരിക്കുന്ന ഡബിൾ ഡെക്കർ ബസ്സിലെ രാജകീയ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ഡബിൾ ഡെക്കർ ബസ്സുകളാണ് മൂന്നാറിൽ സർവീസ് നടത്തുന്നത്. യാത്ര ആരംഭിക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് വരെ KSRTCയുടെ വെബ്സൈറ്റിൽ കയറി നമുക്ക് നമ്മുടെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ആദ്യ ട്രിപ്പ് തുടങ്ങുന്നത് രാവിലെ 9 മണിക്കാണ്. നമ്മൾ രാവിലെ 8:30ക്കാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്. 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 12 മണിക്ക് തിരിച്ചെത്തുന്ന 3 മണിക്കൂർ സമയമുള്ള ട്രിപ്പാണ്. പോകുന്ന വഴിക്ക് ഫോട്ടോ പോയിന്റ്, സിഗ്നൽ പോയിന്റ്, ഫോട്ടോ പോയിന്റ്, ഗ്യാപ്പ് റോഡ്, ആനയിറങ്ങൽ ഡാം, അങ്ങനെ 3 മണിക്കൂറത്തെ ട്രിപ്പാണ്. രാവിലെ 9 മണിക്കുണ്ട്, 9:30ക്കുണ്ട്, അതിനുശേഷം 12:30ക്കുണ്ട്, 1 മണിക്കുണ്ട്, പിന്നെ വൈകിട്ട് 4 മണിക്കും 4:30ക്കും. 2 ബസ്സുകൾ 6 സർവീസുകളായിരുന്നു. ടിക്കറ്റ് റേറ്റ് മുകളിൽ യാത്ര ചെയ്യുന്നതിന് 400 രൂപ, താഴെ ഇരിക്കുന്നതിന് 200 രൂപ. 38 പേർക്ക് മേളിൽ, 12 പേർക്ക് താഴെയാണ് സീറ്റിംഗ് കപ്പാസിറ്റി. ബസ്സിന്റെ ഉൾവശമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഉള്ളില് ഒരു മ്യൂസിക് സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യാത്ര ഡിപ്പോയിൽ നിന്നും ആരംഭിക്കുകയാണ്. മൂന്നാർ ടൗണിന്റെ കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. അപ്പർ ഡെക്കിൽ ഇരുന്നാൽ എല്ലാ സൈഡിലെയും കാഴ്ചകളൊക്കെ നമുക്ക് നന്നായി കാണാൻ സാധിക്കും. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയായ NH 85 നമ്മുടെ യാത്ര. ഇതാണ് മൂന്നാറിലെ മുതിരപ്പുഴയാർ. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് മൂന്നാർ ബോട്ടാണിക്കൽ ഗാർഡൻ സമീപത്തു കൂടിയാണ്. നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പായ സിഗ്നൽ വ്യൂ പോയിന്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ കാണുന്നതിന് നമുക്ക് 10 മിനിറ്റ് സമയമാണ് നൽകിയിരിക്കുന്നത്. മൂന്നാറിലെ തന്നെ തേയിലത്തോട്ടങ്ങളുടെ ഏറ്റവും മനോഹരമായ ഒരു വ്യൂ കിട്ടുന്ന ഫോട്ടോ പോയിന്റാണിത്. ഈ കുന്നുകൾ ഇഡ്ഡലി പോലെ ഇരിക്കുന്നതുകൊണ്ട് ഇതിനെ ഇഡ്ഡലി ഹിൽസ് എന്നും വിളിക്കാറുണ്ട്. മൂന്നാറിൽ നിന്നും ആനയിറങ്ങൽ ഡാം വരെ ഏകദേശം 25 കിലോമീറ്റർ ദൂരമാണ് നമ്മുടെ ഈ ഡബിൾ ഡെക്കർ ബസ് സർവീസ് നടത്തുന്നത്. നമ്മൾ അടുത്ത വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഇടുക്കിയിലെ തന്നെ ആദ്യത്തെ ടോൾ പ്ലാസയായ ദേവികുളം ടോൾ പ്ലാസയാണ്. ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല പച്ചപ്പിന് നടുക്കായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു എയർപോർട്ട് റൺവേ ഒക്കെ പോലെ തോന്നും. വണ്ടി വളരെ സാവധാനത്തിൽ പോകുന്നതുകൊണ്ട് നമുക്ക് എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഗ്ലാസ് ആയതുകൊണ്ട് എവിടെ ഇരുന്നാലും നമുക്ക് കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. പോകുന്ന വഴിക്ക് തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ കുന്നുകളും താഴ്വാരങ്ങളുമാണ് 2 വശങ്ങളിലുമായി ഉള്ളത്. ചക്രമുഴിയുടെ അടിവാരത്തിലുള്ള ലോ ഹെയർട്ട് വ്യൂ പോയിന്റിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇവിടെയാണ് നമ്മുടെ 2ാമത്തെ സ്റ്റോപ്പ്. ഇവിടെ നമുക്ക് തേയിലക്കാടുകൾക്കിടയിലൂടെ നടക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനുമൊക്കെ അവസരമുണ്ട്. ഇവിടുത്തെ തേയിലത്തോട്ടത്തിനിടയിലൊക്കെ ഓറഞ്ചും കൃഷി ചെയ്യുന്നുണ്ട്.
പശ്ചിമഘട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ചകളും കോടമഞ്ഞ് മൂടിയ തേയിലത്തോട്ടങ്ങളും ഗ്യാപ് റോഡിൻ്റെ പ്രത്യേകതയാണ്. നമ്മളിപ്പോൾ ഗ്യാപ് റോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. മൂന്നാർ പൂപ്പാറ ബോഡിമെട്ട് പാതയാണ് ഗ്യാപ് റോഡ് എന്ന് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ തേയില കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ആദ്യം ഈ പാത നിർമ്മിച്ചത്. 2 മലകളുടെ മധ്യഭാഗത്തുള്ള സ്വാഭാവികമായ വിടവ് കണ്ടെത്തി അതിനിടയിലൂടെ കുതിരയ്ക്കും കാൽനടയായും പോകാൻ പറ്റുന്ന രീതിയിലാണ് ആദ്യം ഈ ഇടുങ്ങിയ പാത നിർമ്മിച്ചത്. നല്ല തണുപ്പും മഞ്ഞുമൊക്കെ ആസ്വദിക്കണമെങ്കിൽ രാവിലത്തെയോ വൈകിട്ടത്തെയോ യാത്ര വേണം തിരഞ്ഞെടുക്കാൻ. നമ്മളിപ്പോൾ 3ാമത്തെ വ്യൂ പോയിന്റായ ഗ്യാപ് റോഡിലുള്ള റോക്ക് കേവിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. മലൈക്കള്ളൻ കേവ് എന്നും ഇത് അറിയപ്പെടാറുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തങ്കയ്യ എന്ന കള്ളൻ ഒളിച്ചു കഴിഞ്ഞിരുന്ന ഗുഹയാണെന്നാണ് ഐതിഹ്യം. കൊള്ളയടിച്ചു കൊണ്ടിരുന്ന കൊള്ള മുതൽ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തിരുന്ന ഇയാൾ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നെന്നാണ് പഴമക്കാർ പറയുന്നത്. ഈ ഗുഹ സംരക്ഷിച്ചുകൊണ്ടാണ് ഇവിടുത്തെ റോഡ് നവീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായി ഇപ്പോഴും നിലകൊള്ളുന്നു. മൺസൂണിലൊക്കെ ഇവിടെയാണ് പ്രധാനമായും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകാറുള്ളത്. നമ്മളിപ്പോൾ ദൂരെ കാണുന്നതാണ് ചൊക്രമുടി. ഇത് പ്രശസ്തമായ ഒരു ട്രക്കിംഗ് കേന്ദ്രമാണ്. ആനമുടി കഴിഞ്ഞാൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളിൽ ഒന്നാണിത്. ശിവന്റെ ശിരസ് എന്ന അർത്ഥം വരുന്ന ചൊക്കന്റെ തലയിൽ എന്ന അർത്ഥത്തിൽ നിന്നാണ് ഈ പേര് വന്നതെന്നാണ് വിശ്വാസം. അടുത്തത് പെരിയകനാൽ വെള്ളച്ചാട്ടമാണ്. ഈ വെള്ളച്ചാട്ടം മൺസൂണിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ ഇവിടെ ബസ് നിർത്താതെ പോവുകയാണ് പതിവ്. റോഡിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വെള്ളച്ചാട്ടം കാണുന്നത് തന്നെ നല്ലൊരു ഭംഗിയാണ്. നമ്മളിപ്പോൾ കാണുന്ന ജംഗ്ഷനിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്കാണ് കൊളുക്കുമലയിലേക്കുള്ള റോഡ് തിരിയുന്നത്. നമ്മുടെ ഇടതുവശത്തായി കാണുന്ന മലനിരയിലാണ് കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ദൂരെ കാണുന്നതാണ് ആനയിറങ്ങൽ റിസർവോയർ. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് പെരിയകനാൽ ടീ ഫാക്ടറിയുടെ മുന്നിലാണ്. ഇവിടെയുള്ള ഫാക്ടറിയുടെ ഔട്ട്ലെറ്റിൽ നിന്നും വിവിധ തരത്തിലുള്ള തേയിലയൊക്കെ വാങ്ങാവുന്നതാണ്. ഇനി നമ്മുടെ യാത്ര ആനയിറങ്കലിലേക്കാണ്.
ആനയിറങ്കൽ ഡാമിൻ്റെ റിസർവോയറിൻ്റെ സമീപത്തു കൂടിയാണ് നമ്മളിനി മുന്നോട്ട് നീങ്ങുന്നത്. ഈ യാത്രയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണിത്. കോടമഞ്ഞിനിടയിലൂടെ ജലാശയത്തിന് ചുറ്റുമുള്ള തേയിലത്തോട്ടങ്ങളുടെയും ഗ്രാൻഡീസ് മരങ്ങളുടെയും ഒക്കെ വിദൂര കാഴ്ച മാത്രം മതി ഈ യാത്ര അവിസ്മരണീയമാക്കാൻ. ഭാഗ്യമുണ്ടെങ്കിൽ തടാകത്തിന്റെ പരിസരത്ത് നമുക്ക് ആനയെയും കാണാൻ സാധിക്കും. നമ്മുടെ യാത്രയിൽ എന്തായാലും ഒരു ബോണസ് പോയിന്റ് പോലെ ദൂരെ തടാകത്തിന്റെ കരയിൽ 2 ആനകളുടെ സൈറ്റ് സീൻ കിട്ടി. ഈ തടാകത്തിൽ ആനകൾ വന്ന് കുളിക്കാറുള്ളത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് ആനയിറങ്കൽ എന്ന പേര് വന്നത്. എന്തായാലും KSRTCയുടെ ഈ ഡബിൾ ഡെക്കർ ടൂറിസം വളരെ ഹിറ്റാണ്. സാധാരണക്കാർക്ക് പോലും താങ്ങാൻ പറ്റുന്ന ചുരുങ്ങിയ ചെലവിൽ ആഡംബരപൂർവ്വം മൂന്നാറിന്റെ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കാണുന്നതിനുള്ള അവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ കാഴ്ചകളുമായി ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.